ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 27. JNU നൽകുന്ന പ്രതീക്ഷ. സ്വാതന്ത്ര്യബോധത്തിൻ്റെയും സർഗാത്മകതയുടെയും ഈറ്റില്ലങ്ങളായ ക്യാമ്പസുകളെ മനുഷ്യത്വവിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങൾ എന്നും ഭയപ്പെട്ടിരുന്നു. രാജ്യതലസ്ഥാനത്തെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ക്യാമ്പസിൻ്റെ തനിമ തകർക്കാൻ സംഘപരിവാർ പ്രത്യയശാസ്ത്രം നടത്തിയ ആസൂത്രിത നീക്കങ്ങളുടെയെല്ലാം പരാജയമാണ് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ സഖ്യത്തിൻ്റെ വിജയം. വർഗീയ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ഭരണവ്യവസ്ഥയിൽ നിന്നും മുക്തമായ സമത്വപൂർണമായ ജനാധിപത്യ ഇന്ത്യ എന്ന സ്വപ്നത്തിന് ഇത് ജീവൻ പകരുന്നു. ബുദ്ധി പണയം വയ്ക്കാൻ കൂട്ടാക്കാത്തവരെ നാലു വശത്തു നിന്നും ആക്രമിച്ചും ആക്ഷേപിച്ചും അടിച്ചമർത്തുകയെന്ന നയം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതു മുതൽ സംഘപരിവാർ സ്വീകരിച്ചിരുന്നു. അതിന് ഏറ്റവും അധികം ഇരയായത് JNU എന്ന ബൗദ്ധിക സ്ഥാപനമായത് സ്വാഭാവികം മാത്രം. ക്യാമ്പസിനെക്കുറിച്ച് അപവാദങ്ങളും കള്ളപ്രചാരണങ്ങളുമായി തുടങ്ങിയ പിടിച്ചടക്കൽ തന്ത്രം ഗുണ്ടാ ആക്രമണങ്ങളും പോലീസ് നടപടികളും പിന്നിട്ട് സർവകലാശാല തലപ്പത്ത് RSS പിണിയാളുകളെ നിയോഗിക്കുന്നതിൽ വരെ എത്തി. മുൻ വൈസ് ചാൻസലർ ജഗദീഷ് കുമാറിനും നിലവിലെ വൈസ് ചാൻസലർ ശാന്തിശ്രീ പണ്ഡിറ്റിനുമുള്ള ഒരേയൊരു ദൗത്യം ക്യാമ്പസിൻ്റെ ധിഷണാശക്തിയെ തകർക്കുക എന്നതായിരുന്നു. വൈജ്ഞാനിക കേന്ദ്രങ്ങളായ സർവകലാശാലകളെ നവമുതലാളിത്തത്തിനു വേണ്ട വിദഗ്ധരെ വിരിയിച്ചെടുക്കാനുള്ള ഇൻകുബേറ്ററുകളാക്കി മാറ്റിയെടുക്കുക എന്നതാണ് മറ്റൊരു തന്ത്രം. മാനവിക വിഷയങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും പകരം തൊഴിലധിഷ്ഠിതം എന്ന പേരിൽ കോഴ്സുകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. മാനവിക വിഷയങ്ങളെ, പ്രത്യേകിച്ച് ചരിത്രത്തെ, കാവ്യ ആശയങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുന്ന ചുമതല സംഘപരിവാർ അനുകൂലികളായ അധ്യാപകർ ഏറ്റെടുത്തിരിക്കുന്നു. പ്രതിഭകളായ അധ്യാപകർക്ക് പേരുകേട്ട JNUവിൽ ഇതിനായി അക്കാദമിക് മികവോ മാനദണ്ഡങ്ങളോ പരിഗണിക്കാതെ RSS അനുകൂലികളെ അധ്യാപകരായി നിയമിച്ചു. അഡ്മിഷൻ രീതി തന്നെ അട്ടിമറിച്ച് പൊതുപ്രവേശന പരീക്ഷയുടെ ഭാഗമാക്കുകയും ആ പരീക്ഷയുടെ നടത്തിപ്പ് ഏജൻസികളെ ഏൽപ്പിക്കുകയും ചെയ്തു. അക്കാദമിക് മികവും ഗുണനിലവാരവും തകർക്കാനുള്ള ആസൂത്രിത നടപടികൾക്കൊപ്പം ഭരണപരമായ ഇടപെടലുകളിലൂടെ വിദ്യാർത്ഥികളുടെ സർഗാത്മകത തകർക്കാനുള്ള നീക്കങ്ങളും നടന്നു. സമരങ്ങൾ നിരോധിക്കാൻ ശ്രമിച്ചു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ചാർത്തി. കഴിഞ്ഞ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റും SFI നേതാവുമായ ഐഷി ഘോഷ് അടക്കം പല വിദ്യാർത്ഥികളും പഠനവും നിയമ പോരാട്ടവും ഒരുമിച്ച് കൊണ്ടുനടക്കേണ്ട അവസ്ഥയിലാണ്. സംഘപരിവാറിൻ്റെ വിദ്വേഷാധിഷ്ഠിത പ്രത്യയശാസ്ത്രത്തെയും ബൗദ്ധിക പാപ്പരത്വത്തെയും ചരിത്ര വിരുദ്ധതയെയും തുറന്നുകാട്ടുന്ന JNUവിനെ വരുതിയിലാക്കിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന രാജ്യത്തെ കാണിച്ചു കൊടുക്കാനൊരവസരമായാണ് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനെ അവർ കണ്ടത്. ABVPയെ വിജയിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറുമായിരുന്നു. ഇടതു സഖ്യത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിക്ക് വോട്ടെടുപ്പ് നാളിൽ അയോഗ്യത കൽപ്പിക്കുന്നിടത്തോളം എത്തി ഔദ്യോഗിക ഇടപെടലുകൾ. ഫലപ്രഖ്യാപനത്തിന്റെ തുടക്കത്തിൽ ABVPക്കുണ്ടായ നേരിയ ലീഡിൽ മതിമറന്ന ഉത്തരേന്ത്യൻ ചാനലുകൾ JNUവിൽ മോദി തരംഗമെന്ന് ആഘോഷം തുടങ്ങിയത് എത്രമാത്രം പ്രധാനമായിരുന്നു മോദിക്കും കൂട്ടർക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ സൂചനയാണ്. എല്ലാ കുത്തിത്തിരിപ്പുകളെയും അതിജീവിച്ച് മികച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയപ്പോൾ അത് മാനവിക മൂല്യങ്ങളുടെ വിജയം കൂടിയായി. ABVP എന്ന വിദ്യാർത്ഥി സംഘടനയെ മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും മുഴുവൻ സന്നാഹങ്ങളെയും എതിർത്താണ് ഇടതുപക്ഷ സഖ്യം വിജയം കണ്ടത്. ഇത് കേവലമൊരു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയമല്ല, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ പ്രതീക്ഷകളെയും സമത്വബോധത്തെയും അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾക്ക് നേരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ വിജയമാണ്. ആ ചരിത്രമെഴുതിയ JNU വിദ്യാർത്ഥികളോട് ഇന്ത്യയും ജനാധിപത്യവും മാനവികതയും കടപ്പെട്ടിരിക്കുന്നു.